ഇന്ത്യയിൽ നിന്ന് പോകണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇന്നലത്തെ തീരുമാനം. ഏതായാലും ആ തീരുമാനം വന്നതിന് പിന്നാലെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പാക് പൗരന്മാർ ചിലരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ കയ്യിൽ രേഖകളും മറ്റും ഉണ്ടായിരുന്നു. ഒരു നിയമസഹായം തേടിയായിരിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന കാര്യം അന്വേഷിച്ചായിരിക്കും അവരൊക്കെ വരുന്നത്. അതിനിടയിലാണ് ഒരാൾ രാവിലെ ഒരു കേക്കുമായി ഇങ്ങോട്ട് വരുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞത്. അയാളോട് ആരാണ്, എന്തിനാണ് കേക്ക്, ആരാണ് നിങ്ങൾക്കൊരു കേക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞത് എന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ അയാളൊന്നും മിണ്ടിയില്ല. പിന്നീട് നേരെ എംബസിയുടെ പുറകുവശത്തെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. എംബസിക്ക് ഇവിടെ ഒരു പ്രധാന ഗേറ്റ് ഉണ്ട്. അവിടെ നേരത്തെ ഞാൻ രാവിലെ വന്ന സമയത്ത് ഇവിടെ കാര്യമായ സുരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നതുകൊണ്ട് മാത്രം ഒരു 2 ബാരിക്കേഡ് സ്ഥാപിക്കുകയും കൂടുതൽ പോലീസിനെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വഴി കൂടി കാശ്മീരിൽ ഇതേ കണക്കൊരു സംഭവം നടന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഇന്ത്യ സർക്കാരിൻ്റെ ഒരു തീരുമാനം എടുത്തിരുന്നത് പാകിസ്ഥാൻ എംബസി ഇവിടെ ഉള്ളത് അടച്ചു പൂട്ടി, അതോടെ തന്നെ തിരിച്ചു പോകാനുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അതിനെ തുടർന്നുണ്ടെങ്കിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ കണക്കത്തുള്ള ഒരു കാര്യം നടക്കുന്നത്. അവിടെ ഉണ്ടെങ്കിൽ ഒരാൾ ഒരു പൊതിയുമായിട്ട് വരികയാണ്. അതിനകത്തുണ്ടെങ്കിൽ കേക്ക് എന്നുള്ള രീതിയിലാണ് മനസ്സിലായിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു വിഷമം നടക്കുന്ന സമയത്ത് എന്തിനായിരിക്കും ഇതേ കണക്കത്തുള്ള ഒരു കേക്ക് കൊണ്ടുവന്നതെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. എത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്. ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പറയാതെ അല്ലെങ്കിൽ ചുമ്മാ അവിടെ വാങ്ങിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ എംബസിയിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആരും കേക്കൊന്നും വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇതൊക്കെ ഉണ്ട്, ഒരു ആഘോഷ രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പേരാണ് മരിച്ചു വീഴുന്നത് അതിനെപ്പറ്റി ഒന്ന് ഓർക്കുകയും അവർക്കെന്തോ ഒരു സന്തോഷം പോലുള്ള രീതിയിലാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ് അനാഥമായത്, അല്ലെങ്കിൽ എത്ര പേരുടെ കുടുംബത്തിലെ ആൾക്കാരാണ് ഇതേ കണക്ക് നഷ്ടമായത്. അതൊക്കെ അങ്ങനെ ഓർത്ത് ഒരുപാട് പേരുണ്ട് ഈ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്. അതും ഇത്രയും മീഡിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് പോലും ഉണ്ട് ഇതേ കണക്കൊന്നുണ്ടെങ്കിൽ ഒരാൾ കേക്ക് കൊണ്ട് അവിടെ വരികയാണ് ചെയ്യുന്നത്. അയാളുടെ അടുത്ത് പലവട്ടം ഉണ്ട് ഈ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ഇതാര് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, എന്തിനാണ് കൊണ്ടുവന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒന്നും പറയാൻ തയ്യാറാവുന്നൊന്നുമില്ല.